നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊൻകണിയിലേക്ക് മിഴി തുറക്കാൻ ഒരുങ്ങി മലയാളികൾ. വിഷുപ്പുലരിക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട ഒരുക്കങ്ങളിൽ വീട്ടകങ്ങൾ. കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ കേബിൾ TV വ്യവസായത്തിലും ഉണ്ടാകുന്നത് പ്രതീക്ഷയുടെ അടയാളമാണെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. COA കുന്നംകുളം മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പുതിയ സംരംഭം CKM അസോസിയേറ്റ്സിന്റെ ഉദ്ഘാടനം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് നിർവഹിച്ചു. കാഞ്ഞാണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അന്തിക്കാട് ആൽക്കോൾ റോഡിന് കിഴക്കേ പൂക്കാട്ട് രാജൻ മകൻ 23 വയസ്സുള്ള കുഞ്ഞൻ എന്ന അശ്വിൻ, മണലൂർ പാലാഴി തയ്യിൽ ഷാജുവിന്റെ മകൻ 20 വയസ്സുള്ള വിഷ്ണു എന്നിവരാണ് മരിച്ചത്. ശ്രീ കാർത്യാനി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക ആറാട്ട് മഹോത്സവം ഏപ്രിൽ 13 മുതൽ 20 വരെയുള്ള തീയതികളിൽ ആഘോഷിക്കും. 19-ന് പുരാഘോഷം. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 26 ഗജവീരന്മാർ അണിനിരക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊൻകണിയിലേക്ക് മിഴി തുറക്കാൻ ഒരുങ്ങി മലയാളികൾ. വിഷുപ്പുലരിക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് വീട്ടകങ്ങൾ. മഞ്ഞയിൽ പൂത്തുലഞ്ഞ കൊന്നമരവും കണിവെള്ളരിയുമായി ഗൃഹാതുരസ്മരണകൾ ഉയർത്തുന്ന വിഷു ആഘോഷത്തിനായി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. പുതിയ പ്രതീക്ഷകളുടെയും നന്മയുടെയും തുടക്കമാണ് വിഷു. പഴയകാലത്ത് കൃഷിയിറക്കുന്നതിൻ്റെയും വിത്തുവിതയ്ക്കലിൻ്റെയും തുടക്കമായിരുന്ന വിഷു ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരുമിപ്പിക്കുന്ന സാംസ്കാരിക ഉത്സവമായി മാറി. കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് വിഷുക്കൈനീട്ടം കൈമാറുന്നതും വിഭവസമൃദ്ധമായ വിഷുസദ്യ ആസ്വദിക്കുന്നതുമെല്ലാം വിഷു ആഘോഷത്തിന് നിറം പകരുന്നു. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറി വരാനിരിക്കുന്ന നല്ല നാളുകൾ സന്തോഷപൂർണ്ണമാകണമെന്ന പ്രാർത്ഥനയോടെയാണ് ഓരോ മലയാളിയും വിഷുവിനെ വരവേൽക്കുന്നത്. വിഷുത്തലേന്ന് അവസാനവട്ട ഓട്ടത്തിലാണ് മലയാളി. സദ്യയ്ക്കുള്ള ചിട്ടവട്ടങ്ങൾക്കും കണിയൊരുക്കലിനും സാധനങ്ങൾ തേടിയുള്ള പാച്ചിൽ അവസാനിക്കാറായി. വസ്ത്ര, പച്ചക്കറി, പടക്ക വിപണികളെല്ലാം ദിവസങ്ങളായി സജീവമാണ്. കണിവെള്ളരിക്കും കണിക്കൊന്നയ്ക്കും കേരളത്തിൽ ബുദ്ധിമുട്ടില്ലെങ്കിലും വിദേശ രാജ്യങ്ങളിൽ വൻ ഡിമാൻഡാണ്. പച്ചക്കറി വില ഉയർന്നിട്ടുണ്ടെങ്കിലും കണിയൊരുക്കുന്നതിൻ്റെ പൊലിമ ഒട്ടും കുറയ്ക്കാനാകില്ല. കുടുംബശ്രീ, സപ്ലൈകോ തുടങ്ങിയവയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക വിപണികൾ വിലക്കയറ്റത്തിന് ആശ്വാസമാകുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിലും ആഘോഷങ്ങളുടെ മാറ്റുകുറയാതെ വിഷുക്കണിയും സദ്യവട്ടവും ഒരുക്കാനുള്ള തിരക്കിലാണ് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി മലയാളികളും. മേടച്ചൂടിലും വിപണിയിൽ ആശ്വാസം. കുന്നംകുളത്ത് പച്ചക്കറിക്ക് വിലക്കുറവ്. നാടൻ പയറിന് മാത്രമാണ് തീവില ഉണ്ടായത്. മേഖലയിൽ വിഷു തലേന്ന് വിപണിയിൽ കണ്ടത് വലിയ തിരക്കായിരുന്നു. കടുത്ത വേനൽ ചൂടിനെ വകവയ്ക്കാതെ വിഷുക്കണിയൊരുക്കാനും സദ്യവട്ടങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങാനും നഗരത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തി. ഉത്സവ സീസണുകളിൽ സാധാരണ കണ്ടുവരുന്ന വിലക്കയറ്റം ഇത്തവണ വിപണിയിൽ ഇല്ലെന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പച്ചക്കറിക്ക് വിപണിയിൽ വിലക്കുറവാണ് അനുഭവപ്പെടുന്നത്. വിഷുസദ്യയ്ക്കുള്ള പച്ചക്കറികൾ മിതമായ നിരക്കിൽ വാങ്ങാൻ സാധിക്കുമെന്നത് ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. തക്കാളി, സവാള, ഉരുളക്കിഴങ്ങ് തുടങ്ങി മിക്ക പച്ചക്കറികൾക്കും മുൻദിവസങ്ങളെ അപേക്ഷിച്ച് വിലയിൽ ഗണ്യമായ കുറവുണ്ട്. എന്നാൽ വിപണിയിലെ ഈ വിലക്കുറവിനിടയിലും നാടൻ പയറിന് മാത്രം പൊള്ളുന്ന വിലയാണ്. കിലോയ്ക്ക് 120 രൂപയാണ് നാടൻ പയറിൻ്റെ ഇപ്പോഴത്തെ വില. വിപണിയിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളതും നാടൻ പയറിന് തന്നെയാണ്. വരൾച്ച കാരണം പ്രാദേശികമായി പയർ ഉൽപാദനം കുറഞ്ഞതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പച്ചക്കറിക്ക് വില കുറവാണെങ്കിലും കുന്നംകുളത്തെ ചെറുകിട വഴിയോര കച്ചവടക്കാർ മറ്റ് ചില പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. പകൽ സമയത്തെ ചുട്ടുപൊള്ളുന്ന ചൂട് കാരണം ഉച്ചയ്ക്ക് നഗരത്തിൽ ആളുകൾ തീരെ കുറവാണ്. വൈകിട്ട് 4 മണിക്കു ശേഷമോ അല്ലെങ്കിൽ അതിരാവിലെയോ മാത്രമാണ് കച്ചവടം നടക്കുന്നത്. ഉയർന്ന അന്തരീക്ഷ ഊഷ്മാവ് കാരണം വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന പച്ചക്കറികൾ വേഗത്തിൽ കേടാകുന്നു. വിലക്കുറവായതിനാൽ പെട്ടെന്ന് വിറ്റുപോയില്ലെങ്കിൽ അത് വലിയ സാമ്പത്തിക നഷ്ടമാണ് കച്ചവടക്കാർക്ക് ഉണ്ടാക്കുന്നത്. പച്ചക്കറികൾക്ക് പൊതുവെ വില കുറവായതിനാൽ കച്ചവടക്കാരുടെ ലാഭവിഹിതത്തിലും ഇടിവ് വന്നിട്ടുണ്ട്. കൂടുതൽ സാധനങ്ങൾ വിറ്റഴിച്ചാൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാനാകൂ. ചൂടും മറ്റു വെല്ലുവിളികളും നിലനിൽക്കുമ്പോഴും
പച്ചക്കറി വിലക്കുറവ് നൽകിയ ആശ്വാസത്തിൽ വിഷു ഗംഭീരമാക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് കുന്നംകുളം നിവാസികൾ. പടക്കമില്ലാതെ വിഷു വിപണി പൂർണ്ണമാകില്ല. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും പടക്ക വിപണിയിൽ ആവശ്യക്കാർ ഏറെ ഉണ്ടായിരുന്നത് പുതുമയാർന്ന ചൈനീസ് വെറൈറ്റികൾക്ക് തന്നെയാണ്. ശബ്ദത്തേക്കാൾ വർണ്ണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഇത്തരം പടക്കങ്ങളോടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയം. ഉഗ്ര ശബ്ദത്തിൽ പൊട്ടുന്ന പടക്കങ്ങളെക്കാൾ കാഴ്ചയുടെ വസന്തം തീർക്കുന്ന ഫാൻസി പടക്കങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയെന്ന് ചാലുശ്ശേരി പടക്കക്കട ഉടമ പ്രജിത്ത് പി ചീരൻ പറഞ്ഞു. ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന വിവിധതരം സ്കൈ ഷോട്ടുകളാണ് വിപണിയിലെ പ്രധാന ആകർഷണം. ഒരൊറ്റ തിരിയിൽ നിന്നും പല വർണ്ണങ്ങളിൽ ആകാശത്ത് വിരിയുന്ന മൾട്ടി ഷോട്ടുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. നിലത്തു നിന്നും കറങ്ങി മുകളിലേക്ക് പോകുന്ന ഹെലികോപ്റ്ററുകൾ, സംഗീതത്തിനൊപ്പം വർണ്ണം വിതറുന്ന മാജിക് ഫ്ലവേഴ്സ്, ഡ്രോണുകൾ, മാജിക് ബട്ടർഫ്ലൈ തുടങ്ങി വ്യത്യസ്തമായ പേരുകളിലും രൂപങ്ങളിലുമുള്ള ഫാൻസി പടക്കങ്ങൾ കുട്ടികളെ വലിയ രീതിയിൽ ആകർഷിക്കുന്നുണ്ട്. പരമ്പരാഗത പടക്കങ്ങളായ കമ്പിത്തിരി, മത്താപ്പ്, പൂത്തിരി, നിലച്ചക്രം, ഓലപ്പടക്കം എന്നിവയും വിപണിയിൽ സജീവമാണെങ്കിലും പുതുതലമുറയുടെ കണ്ണുടക്കുന്നത് ഈ വെറൈറ്റികളിലാണ്. തമിഴ്നാട്ടിലെ ശിവകാശിയിൽ നിന്നാണ് സംസ്ഥാനത്തേക്ക് പ്രധാനമായും പടക്കങ്ങൾ എത്തുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പടക്കങ്ങൾക്ക് നേരിയ വിലവർധനവുണ്ടായെങ്കിലും പടക്കങ്ങളും പൂത്തിരികളും വാങ്ങി വിഷുവിനെ വർണ്ണശബളമാക്കി വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാടും നഗരവും. വിഷുദിനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിപണിയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. മറ്റു വാർത്തകൾ. കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ കേബിൾ ടി വി വ്യവസായത്തിലും ഉണ്ടാകുന്നത് പ്രതീക്ഷയുടെ അടയാളമാണെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. സിഒഎ കുന്നംകുളം മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പുതിയ സംരംഭം CKM അസോസിയേറ്റ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേബിൾ ടി വി മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങൾ മുൻകാലത്തിനോട് വ്യത്യസ്തമാണ്. അതിനനുസരിച്ച പ്രവർത്തന രീതികളിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. സാങ്കേതിക മുന്നേറ്റങ്ങളും പുതിയ സാധ്യതകളും ഉൾക്കൊണ്ട് ബുദ്ധിപരമായ സമീപനം സ്വീകരിച്ചാൽ മാത്രമേ ഈ മേഖലയ്ക്ക് ഭാവിയുണ്ടാകൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുതിയ ആശയങ്ങളെയും നവീകരണങ്ങളെയും സ്വീകരിക്കുന്നിടത്താണ് വളർച്ചയുടെ തുടക്കം ഉണ്ടാകുന്നതെന്നും ഈ സംരംഭം അതിന്റെ മികച്ച ഉദാഹരണമാണെന്നും പ്രവീൺ മോഹൻ കൂട്ടിച്ചേർത്തു. ഇന്നലകളിലെ കേബിൾ ടി വി അല്ല, ഇന്നലകളിലെ കേബിൾ ടി വിയുടെ സാധ്യതയും സാഹചര്യവുമല്ല നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായ ഒരു ബോധ്യമുണ്ടാകും. ഏതൊരു ബിസിനസ്സിനും അത് ലോകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. ലോകത്ത് എല്ലാ മേഖലയിലും എല്ലാ ബിസിനസ് രംഗങ്ങളിലും കൈച്ചർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു പെർമനന്റ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിലും ബിസിനസ്സിലുമില്ല. ചുറ്റുമുള്ള സാധ്യതകളെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ നയിക്കുന്നിടത്ത് നിങ്ങളുടെ തുടക്കം ആരംഭിക്കും. ഒട്ടനവധി മറ്റ് ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളില്ലാതെ ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള വരുമാനം നമുക്ക് കിട്ടിത്തുടങ്ങിയ അന്നു മുതൽ നമ്മൾ അലസന്മാരുമായി. കുന്നംകുളം CCTV ടവറിൽ നടന്ന ചടങ്ങിൽ കേബിൾ ഓപ്പറേറ്റർ MK പ്രദീപിന്റെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. CKM അസോസിയേറ്റ്സ് മാനേജിംഗ് പാർട്ണർ എബ്രഹാം ലിങ്കൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുന്നംകുളം COA മേഖലാ ട്രഷറർ ബാബു പോൾട്ടി പ്രോജക്ട് അവതരണം നടത്തി. KCCL ഡയറക്ടർ KV രാജൻ ലോഗോ പ്രകാശനവും COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. CKM അസോസിയേറ്റ്സിന്റെ ആദ്യ പ്രൊജക്ടായ ഹോം സ്റ്റേയുടെ ഉദ്ഘാടനം മുഖ്യാതിഥിയും COA സംസ്ഥാന മുൻ ട്രഷററുമായ TV ജോൺസൺ നിർവഹിച്ചു. ചടങ്ങിൽ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, COA ജില്ലാ സെക്രട്ടറി CG ജോസ് എന്നിവരെ COA മേഖലാ സെക്രട്ടറി K മണികണ്ഠൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജയപ്രകാശ്, COA ജില്ലാ സെക്രട്ടറി CG ജോസ്, CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, സിഡ്കോ ഡയറക്ടർ PM നാസർ, COA ജില്ലാ എക്സിക്യൂട്ടീവ് സന്തോഷ് ജോസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. CKM അസോസിയേറ്റ്സ് പാർട്ണർമാരായ KV അബ്ദുൾ അസീസ് സ്വാഗതവും KA അജീഷ് നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ മാണിക്കത്തുപടിയിൽ 6 പേർക്ക് തെരുവുനായുടെ കടിയേറ്റു. മാണിക്കത്തുപടി സ്വദേശികളായ കറുത്തവക കാളിപ്പെണ്ണ്, മണത്തല തങ്കമണി, ചക്രമാക്കൽ തോമസ്, പനക്കൽ മെൽവിൻ ഭാര്യ ജിൻഷ, ചരലിൽ പുതുശ്ശേരി അർജുൻ, പടിക്കൽ സാരംഗ് എന്നിവർക്കാണ് തെരുവുനായുടെ കടിയേറ്റത്. ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് തെരുവുനായ അക്രമാസക്തമായി ഓടി നടന്ന് നാട്ടുകാർക്ക് നേരെ ആക്രമണം നടത്തിയത്. മേഖലയിലെ നിരവധി വളർത്തുമൃഗങ്ങൾക്കും കടിയേറ്റു. നാട്ടുകാർ നായയെ പിന്തുടർന്നെങ്കിലും പിന്നീട് വാഹനം ഇടിച്ചു ചത്തു. കഴിഞ്ഞ മാസം മേഖലയിൽ 4 പേർക്ക് വളർത്തുനായയുടെ കടിയേറ്റിരുന്നു.
കാഞ്ഞാണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അന്തിക്കാട് ആൽക്കോൾ റോഡിന് കിഴക്ക് പൂക്കാട്ട് രാജൻ മകൻ 23 വയസ്സുള്ള കുഞ്ഞൻ എന്ന അശ്വൻ, മണലൂർ പാലാഴി തയ്യിൽ ഷാജുവിന്റെ മകൻ 20 വയസ്സുള്ള വിഷ്ണു എന്നിവരാണ് മരിച്ചത്. സംസ്ഥാനപാത കാഞ്ഞാണി കാരമുക്കിൽ മാങ്ങാട്ടുകര റോഡിന് സമീപം ഇന്നലെ രാത്രി 10:30 അപകടം. വാടാനപ്പള്ളി ഭാഗത്തു നിന്ന് വന്ന യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയും പിന്നീട് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയുമായിരുന്നു. ഉടനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വൈലത്തൂർ കത്തോലിക്ക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ കുര്യാക്കോസ് സഹദയുടെയും സെബാസ്ത്യാനോസിന്റെയും അന്തോണീസിന്റെയും വിശുദ്ധ തോമസ് ലേഹയുടെയും അൽഫോൻസാമയുടെയും സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തി നിർഭരമായി. തിരുനാളിന്റെ ഭാഗമായി കാഴ്ച സമർപ്പണം, ലതീഞ്ഞ്, നോവേന, വിശുദ്ധ കുർബാന, നേർച്ച വിതരണം എന്നിവ ഉണ്ടായി. ഇടവക വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ കാർമ്മികത്വം വഹിച്ചു. 5 മണിക്ക് നടന്ന പ്രസുതേന്തി വാഴ്ചയ്ക്ക് കൈപ്പറമ്പ് ദേവാലയം നടത്തുവികാരി ഫാദർ ഡേവിസ് ചിറമൽ നേതൃത്വം നൽകി. ദീപാലങ്കാര സ്വിച്ച് ഓൺ ഫാദർ ഡേവിസ് ചിറമൽ, വടക്കേക്കാട് SHO ജസ്റ്റിൻ PP എന്നിവർ ചേർന്ന് നിർവഹിച്ചു. തുടർന്ന് പാലക്കാട് RR മീഡിയ ഒരുക്കുന്ന ഗാനമേളയും ഉണ്ടായി. തിങ്കളാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചു വെച്ചു. വൈകിട്ട് 6 മണിക്ക് വിവിധ കപ്പേളകളിൽ ലതീഞ്ഞ്, 11 മണിക്ക് അമ്പ വള സമാപനം, രാത്രി 11:15 മെഗാ ബാൻഡ് സംഗമം എന്നിവ ഉണ്ടായി. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ചെമ്മണ്ണൂർ പള്ളിവികാരി ഫാദർ ഗ്ലാഡിൻ വട്ടക്കുഴി, കാക്കശ്ശേരി പള്ളിവികാരി ഫാദർ തോമസ് ഊക്കൻ, അഞ്ഞൂർ ദിവ്യദർശൻ വികാരി ഫാദർ ജോസഫ് താഴത്തേതിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് CMI പാലക്കാട് ഇടവക വൈദികൻ ഫാദർ അനിൽ തലക്കോട്ടൂർ കാർമ്മികനായി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും നടന്നു. 15-ന് ബുധനാഴ്ച രാവിലെ മരിച്ചവർക്കു വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയും ഒപ്പീസ് എന്നിവ നടത്തും. രാത്രി 7 മണിക്ക് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന ഒറ്റ എന്ന നാടകവും അരങ്ങേറും. വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ, ജനറൽ കൺവീനർ TC ഡെന്നി, ജോയിന്റ് കൺവീനർ CK ജെയിംസ്, ട്രസ്റ്റിമാരായ CC ജോസ്, IT വിൻസെന്റ്, ബിജു തോമസ്, സെക്രട്ടറി ജോസ് വടക്കൻ, പബ്ലിസിറ്റി കൺവീനർ ബിജു തോമസ് സാഗര എന്നിവർ നേതൃത്വം നൽകി. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 88ാം തിരുനാളിന്റെ ഭാഗമായി നടക്കുന്ന മരിയൻ ബൈബിൾ കൺവെൻഷന് തുടക്കമായി. പോട്ട ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കർത്താനം ഉദ്ഘാടനം നിർവഹിച്ചു. വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ജിയോ വേലുക്കാരൻ, ബൈബിൾ കൺവെൻഷൻ കൺവീനർ ജോൺസൺ കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വൈകിട്ട് 5 മണിക്കുള്ള ദിവ്യബലിക്ക് ശേഷം ആരംഭിക്കുന്ന ബൈബിൾ കൺവെൻഷൻ 9:30 സമാപിക്കും. പോട്ട ആശ്രമത്തിലെ ഫാദർ ആന്റണി പയ്യപ്പള്ളി നയിക്കുന്ന സംഘമാണ് ബൈബിൾ കൺവെൻഷന് നേതൃത്വം നൽകുന്നത്. ബൈബിൾ കൺവെൻഷന് ശേഷം സമീപ ഇടവകകളിലേക്ക് വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായൊരു ദൈവശക്തി എൻ്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ വെളിപ്പെടട്ടെ. ഒരു പക്ഷേ ചില രോഗപീഠകൾ വർഷങ്ങളായി നിന്റെ ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ ഈ നാളുകളിൽ നീ തിരിച്ചറിഞ്ഞ ചില രോഗപീഠകൾ നീ വിഷമിക്കുന്നുണ്ടാവും. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്നുണ്ടാവും. എന്നാൽ നീ വിശ്വസിക്കുക, ഇതാ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ ഇവിടെ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയം നിന്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ പരിശുദ്ധാത്മാവ് ഇടപെടും. ആപൽഘട്ടങ്ങളിൽ നാടിന്റെ രക്ഷകനായി ഓടിയെത്തുന്ന സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരിന് കോട്ടപ്പടി ചേമ്പാലക്കുളം റെസിഡൻസ് അസോസിയേഷന്റെ ആദരം. മേഖലയിലെ അപകട സമയങ്ങളിൽ നടത്തുന്ന സജീവമായ ഇടപെടലുകളും അപകടകാരികളായ വന്യമൃഗങ്ങളെയും പാമ്പുകളെയും പിടികൂടി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലുമുള്ള പ്രബീഷിന്റെ നിസ്തുല സേവനം പരിഗണിച്ചാണ് ആദരവ് നൽകിയത്. SNDP യോഗം യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ പ്രബീഷിനെ പൊന്നാട അണിയിച്ചു. റിട്ടയർഡ് DYSP KB സുരേഷ് ഉപഹാരം സമ്മാനിച്ചു. അബാക്കസ് സംസ്ഥാന തലത്തിൽ മിന്നും വിജയം കൈവരിച്ച ഹലീന ഹർവിനെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. പ്രസിഡന്റ് ജോർജ് കുണ്ടുകുളങ്ങര അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കാർത്തികേയൻ പുത്തൻപുരയിൽ, ട്രഷറർ ഡേവിസ് ചീരൻ, തോംസൺ വാഴപ്പള്ളി, മണി കോട്ടപ്പടി തുടങ്ങിയവർ സംസാരിച്ചു. EL ശ്രീ കാർത്തിയാനി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക ആറാട്ട് മഹോത്സവം ഏപ്രിൽ 13 മുതൽ 20 വരെയുള്ള തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 13-ന് ശുദ്ധിയോടുകൂടി ആരംഭിക്കുന്ന ആറാട്ട് ചടങ്ങുകളുടെ ഭാഗമായി 14-ാം തീയതി വൈകിട്ട് കൊടിയേറ്റം നടക്കും. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിക്കും. കൊടിയേറ്റത്തോടനുബന്ധിച്ച് രാത്രി 8:30 മുതൽ ഭക്തജനങ്ങൾക്കായി പ്രസാദൂട്ടുണ്ടായിരിക്കും.
കൊടിയേറ്റം മുതൽ ആറാട്ട് വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ നട തുറക്കലിന് ശേഷം നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, ആറാട്ട് എഴുന്നള്ളിപ്പ്, ആറാട്ട് കുളക്കടവിൽ പൂജ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി എന്നീ ചടങ്ങുകൾ നടക്കും. രാവിലെ 11:30 ഉത്സവക്കഞ്ഞി വിതരണമുണ്ടാകും. വൈകിട്ട് 6:30 വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഉത്സവത്തിന്റെ 6ാം ദിനമായ ഏപ്രിൽ 19 ഞായറാഴ്ച വലിയ ആറാട്ടിനോടനുബന്ധിച്ച് രാവിലെ 5:30 നട തുറക്കലും തുടർന്ന് വിശേഷാൽ പൂജകളും നടക്കും. ഭഗവതിയെ ആറാട്ട് കുളക്കടവിലെ പൂജയ്ക്ക് ശേഷം കൊമ്പൻ പുതുപ്പള്ളി കേശവന്റെ പുറത്തേറി തിരിച്ചെഴുന്നള്ളിക്കും. കലാമണ്ഡലം കുട്ടിനാരായണനും സംഘവും അണിനിരക്കുന്ന പഞ്ചവാദ്യം അകമ്പടിയാകും. തിരിച്ചെഴുന്നള്ളുന്ന ഭഗവതിയെ കൊടിമരച്ചുവട്ടിൽ പറവെച്ച് സ്വീകരിക്കും. തുടർന്ന് കൊടിയിറക്കം നടക്കും. 25 കലശം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി, ബ്രാഹ്മണിപ്പാട്ട് എന്നീ ചടങ്ങുകളും നടക്കും. ഉച്ചയ്ക്ക് 3 പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും. പഞ്ചവാദ്യം അകമ്പടിയേകുന്ന എഴുന്നള്ളിപ്പുകൾ 5:50 മുതൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. തുടർന്ന് 8 മണിക്ക് വാദ്യകുലപതി വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പ്രമാണിത്വം വഹിക്കുന്ന പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. 26 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. ഏപ്രിൽ 20 പുലർച്ചെ പൂരാവർത്തനത്തിനു ശേഷം രാവിലെ 8:30 മുതൽ വടക്കേ നടക്കൽ, മധുവേല, 18ാം വാതിൽ കർമ്മം, ദണ്ടുപറി തുടങ്ങിയ ചടങ്ങുകളോടെ ആറാട്ട് മഹോത്സവത്തിന് സമാപനമാകും. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ വിഷു സംക്രമ ലക്ഷദീപാർച്ചന നടന്നു. ക്ഷേത്രാങ്കണത്തിൽ 100 കണക്കിന് ചിരാതുകളിൽ രൂപക്കളങ്ങൾ ഒരുക്കി ദേശരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദീപപ്രോജ്വലനം നടത്തി. ഗുരുവായൂർ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ കേളിയും അരങ്ങേറി. ഭാരവാഹികളായ സി ബാലചന്ദ്രൻ, കണ്ണൻ അയ്യപ്പത്ത്, അഡ്വക്കേറ്റ് വേണുഗോപാൽ മുള്ളത്ത്, PN ഹരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ടാണശ്ശേരിയിലെ 15ഓളം അഭിനേതാക്കൾ രംഗത്തെത്തിയ കാന്താരി പൊന്ന് നാടകത്തിന്റെ അവതരണം ശ്രദ്ധേയമായി. സ്റ്റേജിലും പുറത്തുമായി അവതരിപ്പിക്കപ്പെട്ട നാടകം അരങ്ങും കാണികളും തമ്മിലുള്ള അകലം ഇല്ലാതാക്കിയാണ് അവതരിപ്പിച്ചത്. ഇത് ആസ്വാദകരിൽ കാഴ്ചയുടെ വിസ്മയം തീർത്തു. സജീവമായ നാടകചരിത്രമുള്ള കണ്ടാണിശ്ശേരിയുടെ നാടകചരിത്രത്തിന്റെ തുടർച്ചയായി ഈ നാടകാവതരണം. ജീവിതം ഒരു കടങ്കഥയായി തീരുമ്പോൾ മനുഷ്യൻ മനുഷ്യനിൽ നിന്ന് അകന്നുപോകുന്ന വർത്തമാനകാല യാഥാർത്ഥ്യത്തിൽ ആഡംബര കൗതുകങ്ങൾ അന്തമല്ലാത്ത ദുരന്തങ്ങളുടെ ആഴക്കയങ്ങളാകുമ്പോൾ, അമ്പരചുംബിത ലാഭങ്ങളുടെ കമ്പനികൾ ഭൂമിയിലെ ജലകണ്ണുകൾ ചൂഴ്ന്നെടുക്കുമ്പോൾ നിരാലംബരായ മനുഷ്യരുടെ നിലവിളികൾ കേൾക്കാൻ കാതുകളുണ്ടാവില്ല. സ്നേഹത്തോളം പോന്ന ഒരു കടവും ഇല്ല ഭൂമിയിൽ. അത് വീട്ടാൻ തുറന്നു പറയുക എന്നതിനോളം വിശുദ്ധമായ വാതിലുകളുമില്ല. മിഥ്യാഭിമാനത്തിന്റെ മാരകരോഗം പിടിക്കപ്പെട്ട മനുഷ്യരും അവരുടെ മാനസിക സംഘർഷങ്ങളുമാണ് ശിവദാസ് പൊയിൽക്കാവ് രചന നിർവഹിച്ച കാന്താരി പൊന്ന് എന്ന നാടകം മുന്നോട്ടുവെക്കുന്നത്. കണ്ടാണശ്ശേരിയുടെ സാംസ്കാരിക ജീവിതത്തിൽ അതിൻ്റെ ഏറ്റവും നിറസാന്നിധ്യമായിരുന്ന കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ 76ാമത് വാർഷികം ആഘോഷിക്കപ്പെടുകയാണ്. കാന്താരിപ്പൊന്ന് എന്ന നാടകത്തിൻ്റെ പിന്നിൽ കണ്ടാണശ്ശേരിക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് അഭിനയിക്കാൻ എത്തിയിരുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കണ്ടാണശ്ശേരി നാടകത്തിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രമായിരുന്നു. പ്രശസ്ത നാടക സംവിധായകൻ പവിത്രനും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയായിരുന്ന ചുവലൂർ കൃഷ്ണൻകുട്ടിയും അതുപോലെ തന്നെ ദാസ് നരേംപിള്ളിയും NK ബാലകൃഷ്ണനും അതുപോലെ തന്നെ KS സുരേഷ് ചന്ദ്രനും ഒക്കെ ഈ നാടകത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച മഹാകലാകാരന്മാരായിരുന്നു. അവരുടെയൊക്കെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് പുതിയ തലമുറയിലെയും പഴയ തലമുറയിലെയും കലാകാരന്മാർ ഈ നാടകത്തിന് രംഗാവിഷ്കാരം നൽകിയത്. തട്ടകവാസികളെല്ലാം ഒരേ മനസ്സോടെ കൈകോർത്തപ്പോൾ കണ്ടാണശ്ശേരിയിൽ പുതിയൊരു നാടകചരിത്രം പിറവിയെടുക്കുകയായിരുന്നു. നാട്ടിലെ കൂലിപ്പണിക്കാരും ചുമട്ടുതൊഴിലാളികളും മുതൽ വീട്ടമ്മമാർ വരെയുള്ളവർ അഭിനേതാക്കളായി. നമുക്ക് ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് എഴുതി തരുവോ സംവിധായകൻ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവനയിൽ വന്ന കാര്യങ്ങൾ നമ്മളോട് പറയുകയും അത് നമ്മൾ അതിൽ നിന്ന്
ഉൾക്കൊണ്ടുകൊണ്ട് കഥാപാത്രത്തെ ആവിഷ്കരിക്കുകയായിരുന്നു ഞങ്ങളൊക്കെ ചെയ്തത്. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറച്ച് നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊരു പുതിയ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിശ്വംഭരൻ വടക്കത്ത്, BV സത്യൻ, ബാബു കണ്ടാണിശ്ശേരി, ബിമൽ, സജി, ശാന്ത, ശാന്തിനി, സുചരിത, ദീപ തുടങ്ങി 25ഓളം പേരാണ് നാടകത്തിൽ വേഷമിട്ടത്. ഞമ്മനങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ അമരക്കാരിൽ പ്രധാനിയായ പ്രദീപ് നാരായണനാണ് നാടകത്തിന്റെ സംവിധാനം നിർവഹിച്ചത്. കാന്താരിപ്പൊന്നു നാടകം വേദിയിലെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ സംഘാടകരെടുത്ത സ്ട്രെയിൻ, അതുപോലെ എൻ്റെ ആക്ടേഴ്സിൽ അർപ്പിച്ച വിശ്വാസം, ഇതാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്നത്. വീട്ടമ്മമാരായിട്ടുള്ള ആക്ടേഴ്സ് ക്യാമ്പിലെത്താനൊക്കെ എടുക്കുന്ന അവരെടുത്ത റിസ്കുകളൊക്കെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു ത്രില്ലിംഗ് ഉണ്ട്. കാരണം അധികം എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളായിരുന്നില്ല, പക്ഷെ അവർക്ക് ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രോസസ്സിലൂടെ അവർക്ക് കോൺഫിഡൻസ് ഒക്കെ വർദ്ധിക്കാനും നന്നായി പെർഫോം ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. നാടകം കഴിഞ്ഞപ്പോൾ കാണികളെല്ലാം തങ്ങളുടെ നാട്ടുകാരായ അഭിനേതാക്കളെ നേരിൽ ചെന്ന് അഭിനന്ദിക്കുകയും ചെയ്തു. ഭരണഘടന വിഭാവനം ചെയ്ത BR അംബേദ്കർ ഇന്ത്യയുടെ സൂര്യ തേജസ്സാണെന്ന് ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റുമായ K. ജയശങ്കർ പറഞ്ഞു. ദളിത് കോൺഗ്രസ് കാട്ടകമ്പാൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അംബേദ്കർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് PB സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വാസു കോട്ടൂൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. വാസു കാഞ്ഞിരത്തിങ്കൽ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MP രാജൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, സുനിൽ അരുവായി, NM റഫീഖ്, സോണി സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ BLOമാരെ കയ്യേറ്റം ചെയ്ത പോലീസ് നടപടിക്കെതിരെ പുന്നിയൂർ BLO കൂട്ടായ്മ പ്രതിഷേധം രേഖപ്പെടുത്തി. പെരിന്തൽമണ്ണയിലെ BLOമാരായ P. അനൂപ്, നവാസ്, കൊല്ലം ജില്ലയിലെ ഓച്ചിറ പഞ്ചായത്തിലെ BLOമാരായ അംഗൻവാടി അധ്യാപകർ എന്നിവർ നേരിട്ട മർദ്ദനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. പുന്നിയൂർ വില്ലേജ് ഓഫീസിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധത്തിൽ സുധീർ, TK അനീസ് എന്നിവർ സംസാരിച്ചു. സീന, ബുഷറ എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. എല്ലാ BLOമാരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ SIR തുടങ്ങി എല്ലാ ഇലക്ഷൻ്റെ കഴിഞ്ഞ 4 മാസമായി പലരും ഊണും ഉറക്കമൊക്കെ ഉപേക്ഷിച്ച് സ്വന്തം കുടുംബത്തിലെ പല കാര്യങ്ങളും ഉപേക്ഷിച്ച് ഇലക്ഷൻ സംബന്ധമായ ഡ്യൂട്ടി ചെയ്ത ആൾക്കാരാണ് നമ്മൾ. അത് നമ്മൾ വൃത്തിയായി ചെയ്തിരുന്നിപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പല അന്നത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് SIR വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഉയർന്ന പോളിംഗ് ശതമാനം സംസ്ഥാനത്തുള്ളതെന്ന് അന്ന് സുപ്രീം കോടതി പോയ ആൾക്കാർ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അത് സംബന്ധിച്ചതാണ്. അപ്പോൾ നമ്മുടെ പ്രവർത്തനം ചെറുതല്ല എന്ന് നമുക്ക് അറിയാം, പക്ഷേ എല്ലാവരും അംഗീകരിച്ചാണ്. അപ്പോൾ അത്തരം എല്ലാ പ്രവർത്തനങ്ങളും ഏർപ്പെടുന്ന BLOമാർക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും വളരെ അധികാരമൊക്കെ തന്നിട്ടുണ്ടെങ്കിലും ഇത്തരം മണ്ണിൽ പൊന്നു വിളയിച്ച നാരായണനും സുരേഷും. ചങ്ങരംകുളം ചീയാനൂർ കൈപ്രവളപ്പിൽ നാരായണനും മടത്തിൽ വളപ്പിൽ സുരേഷുമാണ് പാട്ടത്തിനെടുത്ത സ്ഥലത്ത് 20 വർഷമായി തുടർച്ചയായി പച്ചക്കറി കൃഷി ചെയ്തു വരുന്നത്. വിഷുവിപണി ലക്ഷ്യമിട്ട് ഈ സീസണിൽ 2 ഏക്കർ സ്ഥലത്താണ് വെള്ളരി കൃഷി നടത്തിയത്. ഇതിൽ നിന്നും 5000 കിലോയിലധികം കണിവെള്ളരിയാണ് നാരായണനും സുരേഷും ചേർന്ന് വിൽപ്പന നടത്തിയത്. വെള്ളരിക്കു പുറമെ പടവലം, പയർ, ചീര, മത്തൻ, കുമ്പളം, തണ്ണിമത്തൻ തുടങ്ങി വിവിധതരം പച്ചക്കറികളും ഏകദേശം 2 ഏക്കർ സ്ഥലത്തായി ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. വിഷുവിനോടനുബന്ധിച്ച് നടന്ന കണിവെള്ളരിയുടെ വിളവെടുപ്പിന് ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ ഷെമീന മുഹമ്മദ്, വിപിൻ ചിയാനൂർ എന്നിവർ ചേർന്ന് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇനി വരും വർഷങ്ങളും ഇതിലും മികച്ച രീതിയിലുള്ള പലതരം പച്ചക്കറികൾ കൃഷിയുമായിട്ട് വിളവെടുക്കാൻ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് നേതൃത്വം നൽകിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരൻ്റെ പാപ്പനായ നാരായണ പാപ്പന് ഇനിയും മികച്ച രീതിയിലുള്ള പച്ചക്കറി കൃഷി നടത്താൻ സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി നിർത്തുന്നു. സുഹൃത്തുക്കളും സഹായികളുമായ ഹരിദാസൻ, ഉണ്ണികൃഷ്ണൻ, വേലായുധൻ, കുട്ടാപ്പി തുടങ്ങിയവരും സദാസമയവും ഇവർക്കൊപ്പമുണ്ട്. ഓരോ വർഷവും വിളവെടുപ്പ് സീസണാകുന്നതോടെ ഉത്സവ ലഹരിയോടെ നടത്തുന്ന വിളവെടുപ്പിന് ഇരുവരുടെയും കുടുംബങ്ങളും പ്രദേശവാസികളും പങ്കുചേരുന്നതും പതിവാണ്. ഇങ്ങനെ ഒരു വിളവെടുപ്പിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടില് ഒരുപാട് വർഷങ്ങളായി ഈ ഒരു കൃഷിയുടെ സംരംഭം തുടങ്ങിയിട്ട്. അപ്പൊ അതിൽ ഇത്രയും 100 മേനി വിളഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പൊ ഇനിയും അങ്ങോട്ടും ഈ കൃഷിയെടുപ്പിൽ 100 മേനി വിളയാനും അതിൽ നമുക്കെല്ലാം പങ്കാളികളാവാനും പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കുന്നംകുളം നഗരസഭ 26-ാം വാർഡ് ചീരംകുളം അംഗൻവാടിയുടെ 28ാമത് വാർഷികവും കലാപരിപാടികളും നടന്നു. വാർഡ് കൗൺസിലർ അനൂപ് ചീരംകുളത്തിന്റെ അധ്യക്ഷതയിൽ സാമൂഹ്യ പ്രവർത്തകനും നാട്ടുകാരനുമായ പനങ്ങാട്ട് അയ്യപ്പൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ ക്ഷീര കർഷക അവാർഡിന് അർഹയായ സുഹാസിനി സോമനെ ആദരിച്ചു.
ALMSC അംഗം MK അജിതൻ, അംഗൻവാടി അധ്യാപിക ഷീജ കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചാവക്കാട് കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല്യ പ്രശ്ന വിധി പ്രകാരം നിർദ്ദേശിച്ചിരിക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ നോട്ടീസ് പ്രകാശനം നടന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം നടപ്പുരയിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം വൈസ് ചെയർമാൻ നാരായണൻകുട്ടി, സെക്രട്ടറി ജയൻ എന്നിവർ ചേർന്ന് പ്രകാശനം നിർവഹിച്ചു. സോഹൻ റോയ്ക്കും പൊന്നരാശ്ശേരി അഭിനി സോഹനും ഏറ്റുവാങ്ങി. നവീകരണത്തിന്റെ ഭാഗമായി ശ്രീകോവിൽ ചെമ്പോല പിച്ചള പൊതിയുവാനായി ആവശ്യമായ ഫണ്ടിന്റെ ചെക്ക് സമർപ്പണം അഭിനി സോഹൻ ക്ഷേത്രം ഭാരവാഹികൾക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ക്ഷേത്രം മുൻ വൈസ് ചെയർമാൻ രാധാകൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഭരണസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. പെരുവെയിലിൽ തളർന്ന് യാത്ര ചെയ്യുന്നവർക്ക് തണ്ണീർ പന്തലൊരുക്കി സംഭാരവും സർബത്തും വിതരണം ചെയ്യുകയാണ് തൊഴിയൂർ വാട്സപ്പ് കൂട്ടായ്മ. 500 മുഖംമൂടി മുക്ക് സെന്ററിലാണ് സംഭാരവും നാരങ്ങ സർബത്ത് വിതരണവും സജീവമായി നടക്കുന്നത്. തൊഴിയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓർമ്മകളുടെ കുട്ടിക്കാലം വാട്സപ്പ് കൂട്ടായ്മ 2024 ഇവിടെ സംഭാരം വിതരണം ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ചില സാങ്കേതിക കാരണങ്ങളാൽ വിതരണം മുടങ്ങി. ഇവരുടെ സഹകരണത്തോടുകൂടിയാണ് തൊഴിയൂർ കൂട്ടായ്മ ഇത് ഏറ്റെടുത്ത് വിതരണം ആരംഭിച്ചത്. മഴക്കാലം വരെ ശീതളപാനീയം വിതരണം ചെയ്യാനാണ് ഇവരുടെ ആഗ്രഹം. പ്രദേശത്തെ നിർമ്മാണ തൊഴിലാളികൾക്ക് സംഭാരം കുപ്പിയിലും നൽകുന്നുണ്ട്. ഇരുന്നു കുടിക്കുവാനുള്ള സൗകര്യവും കുടിച്ച ഗ്ലാസുകൾ അലക്ഷ്യമായി പൊതുവഴിയിലിടുന്നതിനു പകരം വേസ്റ്റ് ബിൻ സ്ഥാപിച്ച് അതിൽ നിക്ഷേപിക്കാനുള്ള നിർദ്ദേശവും ഇവർ നൽകുന്നുണ്ട്. 700 പേർക്ക് കുടിക്കുവാനുള്ള സംഭാരവും സർബത്തും ദിവസവും തയ്യാറാക്കുന്നുണ്ട്. കുന്നംകുളം ഗുരുവായൂർ റോഡുകൾ ചേരുന്ന ഭാഗമായതിനാൽ ഇരുവഴിയിലും സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാണ് കൂട്ടായ്മയുടെ സംഭാരം സർബത്ത് വിതരണം. നാട്ടുകാരും പ്രവാസികളുമാണ് ഓരോ ദിവസത്തേക്കുമുള്ള തുക സംഭാവന നൽകുന്നത്. 15 ദിവസത്തേക്കുള്ള സ്പോൺസർമാരെ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. ബക്കർ, എ റഫീഖ്, NH ആഷിഫ്, CM അഷറഫ്, സിദ്ദിഖ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ശീതളപാനീയം വിതരണം ചെയ്യുന്നത്. കുനുമുച്ചി ശ്രേയസ് വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളുടെ വീടുകളിൽ പക്ഷികൾക്കായി സ്ഥാപിക്കുന്ന പാനപാത്രങ്ങളുടെ സ്ഥാപനം നാടക സാംസ്കാരിക പ്രവർത്തകനായ ബിഞ്ചു ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കടുത്ത ചൂടിനെ അതിജീവിക്കാൻ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രായോഗിക രീതികളെ ഉദ്ഘാടകൻ പരിചയപ്പെടുത്തി. അധ്യാപകരായ PJ സ്റ്റൈജു, TJ വിജു എന്നിവർ ജലസംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രഭാഷണം നടത്തി. ബിജോയ് PJ ജലസംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജ്വാലാറൂസ്, ഡാനി, അഭിഷേക്, നോവിയ, എഡ്വിൻ, ലെവിൻ എന്നിവർ നേതൃത്വം നൽകി. കുനുമുച്ചിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ശ്രേയസ്. കേരള ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പരീക്ഷയിൽ 4ാം റാങ്ക് സ്വന്തമാക്കിയ PC അമ്മുവിനെ അനുമോദനവുമായി CPM. ബ്രഹ്മകുളം ചൊവ്വലൂർ വീട്ടിൽ അമ്മുവിനെ CPM തൈക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അനുമോദനം ഒരുക്കിയത്. CPM തൈക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CJ ബേബിയുടെയും മിനി ബേബിയുടെയും മകനായ നിബിൻ വർഗീസിന്റെ ഭാര്യയാണ് അമ്മു. ഇവരുടെ വീട്ടിലെത്തി മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉപഹാരം സമ്മാനിച്ചു. അമ്മുവിനെ അനുമോദിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം TE ജെയിംസ് അധ്യക്ഷനായി. KS പുഷ്പാകരൻ, MP കബീർ, രഹിത പ്രസാദ്, സൗമ്യ സുരേഷ്, ദിവ്യ ദിനേശ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുന്നംകുളത്ത് ദളിത് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ ദാദാ സാഹിബ് അംബേദ്കർ 135ാം ജന്മദിന സമ്മേളനം നടന്നു. ലിവാട്ടവറിൽ നടന്ന അംബേദ്കർ ദിനാചരണം സംഘടനാ ചെയർമാൻ TK ബാബു ഉദ്ഘാടനം ചെയ്തു. പപ്പൻ വെന്മനാട് അധ്യക്ഷത വഹിച്ചു. KT വിനോദ് കുമാർ, അഡ്വക്കേറ്റ് വിജയൻ ചൊവ്വലൂർ, ഡോക്ടർ AK രാജീവരൻ, ശിവരത്നൻ ആലത്തി, AK വേലുകുട്ടി, CK വിജയൻ, AK ബാലൻ എന്നിവർ സംസാരിച്ചു. വിഷു കൈനീട്ടവും കലാപരിപാടികളും ഗാനമേളയും ഉണ്ടായി. പൈതൃകം ഗുരുവായൂർ ലോക പൈതൃക ദിനത്തിന്റെ ഭാഗമായി നൽകി വരുന്ന പൈതൃക ദിന പുരസ്കാരത്തിന് അഷ്ടപതി കലാകാരൻ ജ്യോതിദാസ് ഗുരുവായൂരിനെ തെരഞ്ഞെടുത്തു. 10,001 രൂപയും പൊന്നാടയും ഉപഹാരവും അടങ്ങിയ പുരസ്കാരം ലോക പൈതൃക ദിനമായ ഏപ്രിൽ 18 സമ്മാനിക്കും. രാവിലെ 10 മണിക്ക് ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പത്മശ്രീ രാമചന്ദ്ര പുലവർ പുരസ്കാരം സമ്മാനിക്കും. പൈതൃകം വനിതാ വേദിയുടെ പൈതൃക വസ്തുക്കളുടെ പ്രദർശനവും ഉണ്ടാകും. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി വനിതാ വിഭാഗമായ ജനനിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്വരലയ നൃത്ത വിദ്യാലയത്തിന്റെ അവധിക്കാല കലാ സാംസ്കാരിക ക്ലാസുകൾ ആരംഭിച്ചു. ഗുരുവായൂർ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം ഹാളിൽ നടന്ന ചടങ്ങ് കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് IP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ കൃഷ്ണപ്രിയ, പ്രശസ്ത നർത്തകി RLV നവ്യ അനിൽ എന്നിവർ മുഖ്യാതിഥികളായി.
കലാക്ഷേത്ര പ്രിൻസിപ്പൽ മീര സുധൻ, നൃത്ത അധ്യാപകൻ പ്രകാശൻ ചൂണ്ടൽ, GNSS ജനറൽ സെക്രട്ടറി മധു കെ നായർ, ട്രഷറർ കെ മോഹനകൃഷ്ണൻ, KT ശിവരാമൻ നായർ, ശ്രീകുമാർ P നായർ, രാധാ ശിവരാമൻ നായർ, സരസ്വതി വിജയൻ, ശ്രീധരൻ മാമ്പുഴ, ബീന രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൂജിച്ച ലോക്കറ്റുകൾ വിഷു കൈനീട്ടമായി വിതരണം ചെയ്യുകയും ചെയ്തു. ഗുരുവായൂർ CCCയുടെ 890ാമത് പരിപാടി വെള്ളിയാഴ്ച വൈകിട്ട് 7 ഗുരുവായൂർ നഗരസഭാ ടൗൺ ഹാളിൽ നടക്കും. വടകര കാഴ്ച കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന ആഹ്ലാദം എന്ന നാടകമാണ് അരങ്ങേറുന്നത്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,975 രൂപ, സ്വർണം പവന് 1,11,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ചരമം പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനും അധ്യാപകനുമായ പയ്യൂർ കളരിക്കൽ ശങ്കരൻ പണിക്കർ മകൻ ഡോക്ടർ KS പീതാംബരൻ പണിക്കർ നിര്യാതനായി. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. സരസ്വതി ഭാര്യയും പ്രജീഷ്, പ്രദീപ, പ്രസീജ എന്നിവർ മക്കളുമാണ്. വേലൂർ ഒളക്കെങ്കിൽ പൊറിഞ്ചു മകൻ ജോണി നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ലൂസി ഭാര്യയാണ്. ഷീന, ഷിജി, ഷിബു, ഷീബ എന്നിവർ മക്കളാണ്. ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹ മെമ്പറും മുൻ തിരുവെങ്കാതിരി ക്ഷേത്ര സമിതി അംഗവുമായിരുന്ന മമ്മിയൂർ ബാനർജി നഗറിൽ തിരുശേഷ കൃപയിൽ വിശ്വനാഥ അയ്യർ ബാംഗ്ലൂരിൽ മകന്റെ വസതിയിൽ നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ബാംഗ്ലൂരിൽ നടന്നു. തിരുവെങ്കിടം പുത്തൻ മഠത്തിൽ ജയലക്ഷ്മി ഭാര്യയാണ്. വൈദ്യ, വെങ്കിടകൃഷ്ണൻ എന്നിവർ മക്കളാണ്. കുന്നംകുളം ചെറുകുന്ന് റോഡിൽ മാച്ചാങ്ങലത്ത് വീട്ടിൽ പരേതനായ ചന്ദ്രൻ ഭാര്യ സുലോചന നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ നടക്കും. രമാബായ്, സുമാബായ് എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊൻകണിയിലേക്ക് മിഴിതുറക്കാൻ ഒരുങ്ങി മലയാളികൾ. വിഷുപുലരിക്ക് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ അവസാനഘട്ട ഒരുക്കങ്ങളിൽ വീട്ടകങ്ങൾ. കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ കേബിൾ TV വ്യവസായത്തിലും ഉണ്ടാകുന്നത് പ്രതീക്ഷയുടെ അടയാളമാണെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. COA കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന പുതിയ സംരംഭം CKM അസോസിയേറ്റ്സിന്റെ ഉദ്ഘാടനം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് നിർവഹിച്ചു. കാഞ്ഞാണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അന്തിക്കാട് ആൽക്കോൾ റോഡിന് കിഴക്ക് പൂക്കാട്ട് രാജൻ മകൻ 23 വയസ്സുള്ള കുഞ്ഞൻ എന്ന അശ്വിൻ, മണലൂർ പാലാഴി തയ്യിൽ ഷാജുവിന്റെ മകൻ 20 വയസ്സുള്ള വിഷ്ണു എന്നിവരാണ് മരിച്ചത്. ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക ആറാട്ട് മഹോത്സവം ഏപ്രിൽ 13 മുതൽ 20 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കും. 19-ന് പൂരാഘോഷം. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 26 ഗജവീരന്മാർ അണിനിരക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.